ഹലോ ഹായ് മൈ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ബാക്ക് ടു ആ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയൊരു ടിപ്പ് പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ രാവിലെ എണീക്കുമ്പോഴുണ്ടല്ലോ, എനിക്കുണ്ടായ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അത് ആർക്കെങ്കിലും സഹായമാവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കാരണം മുന്നേ ഒന്നും ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ രാവിലെ 3:30 എണീക്കുന്നു. അലാം കേട്ട ഉടനെ തന്നെ മൊബൈൽ നോക്കാണ്ട് ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം, കണ്ണടച്ചുകൊണ്ട് ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ്സ്, ഹാർഡ്ലി 3 മിനിറ്റ്സ്, അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് പോകാനുള്ള സമയമില്ല, ആ ഒരു ധൃതിയായിരിക്കുമല്ലോ. അപ്പം ആ ഒരു 3 മിനിറ്റ് കണ്ണടച്ച് ഒന്നും വേണ്ട, ഒരു മെഡിറ്റേഷനും വേണ്ട, വേറെ ഒന്നും വേണ്ട, ജസ്റ്റ് സേ ഐ എം ഗ്രേറ്റ്ഫുൾ, അല്ലെങ്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ നന്ദി പറയുമ്പോൾ നമ്മൾ എന്തിനാണ് നമ്മൾ നന്ദി പറയേണ്ടതെന്ന് ആലോചിക്കില്ലേ? അതൊന്നും നമ്മളവിടെ സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. എന്തിനാണ്, ഇന്ന കാര്യത്തിനാണ് ഞാൻ നന്ദി പറയുന്നതെന്നൊന്നും വേണ്ട. നമ്മളൊന്ന് കണ്ണടച്ച് നമ്മളൊന്ന് പറയാം, മനസ്സിനോട് തന്നെ നമ്മൾ പറയാം നന്ദി, അല്ലെങ്കിൽ ഐ എം ഗ്രേറ്റ്ഫുൾ എന്ന് മാത്രം പറയാം. കാരണം നമ്മൾ ഈ ഗ്രേറ്റ്ഫുൾ ആണ്, അല്ലെങ്കിൽ നമ്മൾ നന്ദി പറയുന്നത് ഇറ്റ്സ് എ പോസിറ്റീവ് തോട്ട് അല്ലേ. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ അതെടുത്തിട്ട് ബ്രെയിൻ അപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് തുടങ്ങും. നമ്മൾ എന്തൊക്കെയാണോ നമ്മുടെ ബ്രെയിനിന് അപ്പോൾ ഫീഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും നമ്മൾ പോലും പറയാണ്ട് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ റീസ്റ്റോർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ ഓർമ്മിച്ചെടുത്തെടുത്തെടുത്ത് നമ്മുടെ മൈൻഡ് ഫുള്ളും, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഫുള്ളും ചിന്തിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നമ്മളെപ്പോഴും നന്ദി പറയുന്നത്, എപ്പോഴും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത് നല്ല കാര്യങ്ങൾക്ക് മാത്രമായിരിക്കും അല്ലേ. മോശമായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കില്ലല്ലോ നമ്മൾ നന്ദി പറയുന്നത്. ഇന്ന് അങ്ങനെ ഒരു മോശമായിട്ടുള്ളൊരു കാര്യം സംഭവിച്ചു, നന്ദിയുണ്ട് ദൈവമേ എന്ന് നമ്മൾ പറയില്ലല്ലോ. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നത് എപ്പോഴും നല്ല കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള നമുക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾക്കായിരിക്കും, റൈറ്റ്? അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനും അങ്ങനെ തന്നെ ചിന്തിച്ച് ആ ഹോൾ ഡേ നമ്മൾ പോസിറ്റീവാക്കി വൈബ്രൻ്റ് ആക്കി വെക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഞാൻ ഇത് കുറച്ച് നാളായിട്ടേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ചിലപ്പോൾ ഉറക്കത്തിലൊരു മോശമായിട്ടുള്ളൊരു സ്വപ്നം കണ്ടിട്ടായിരിക്കും എണീക്കുന്നത്, അല്ലെങ്കിൽ അന്ന് നമുക്ക് കുറേ പ്രശ്നങ്ങളുള്ള കാര്യങ്ങളുണ്ടാവും, എന്തെങ്കിലും സ്ട്രെസ്സോ ടെൻഷൻസോ ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ നമ്മുടെ ബ്രെയിനോട് ഒരു എന്താ പറയുക, കുറച്ച് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബ്രെയിൻ നമുക്ക് ഇരട്ടിയായിട്ട് തിരിച്ചു തരും. ആ ഒരു ഹോൾ ഡേ പ്രൊഡക്റ്റീവായിട്ടും ഹാപ്പി ആയിട്ടും പോസിറ്റീവായിട്ടും നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സിമ്പിൾ ഒരു കാര്യമാണ്, ഒരു 3 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നമുക്ക് തന്നെ സന്തോഷം കണ്ടെത്താൻ പറ്റുമെങ്കിൽ അതൊന്ന് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ അല്ലേ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നല്ലൊരു കാര്യമായിരിക്കും അത്. അപ്പോൾ നമുക്ക് ആ ഒരു പോസിറ്റീവ് നോട്ടിൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മന്തിയാണ്. എനിക്ക് ഏറ്റവും എളുപ്പം വെക്കാൻ പറ്റുന്നൊരു കാര്യമാണ് മന്തി. ഞാൻ ഏതൊക്കെയോ യൂട്യൂബ് ചാനൽസിൽ തന്നെ റെഫർ ചെയ്തിട്ടെടുത്തതാണ്, അല്ലാണ്ട് വീട്ടിൽ അമ്മയൊന്നും മന്തിയൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ ഞാൻ പിയ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു മന്തി കൊണ്ടുവരണമെന്ന്. അപ്പോൾ നമ്മളിപ്പം മന്തി വാങ്ങിയിട്ട് നമ്മൾ പിറ്റേ ദിവസത്തേക്ക് എടുത്ത് വെച്ച് കൊടുക്കുന്നത്, സ്കൂളിൽ അങ്ങനെ കൊണ്ടുപോകുന്നതേ ശരിയല്ല. ഫുഡ് ഉച്ചയാകുമ്പോഴത്തേക്കും മഹാവൃത്തികേടാവും, അത് കേടാവും, പിന്നെ കുട്ടികൾക്ക് വയറിന് പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും തലേന്ന് വാങ്ങിച്ചിട്ടുള്ള ഫുഡ് കൊടുത്ത് വിടുന്നുണ്ടെങ്കിൽ, എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് അത് കൊടുക്കാതിരിക്കുക. കാരണം ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അത് അസുഖം വരുന്നുണ്ടെന്നുള്ളത് അവരുടെ സ്കൂളിൽ നിന്ന് തന്നെ പറയാറുണ്ട്, അങ്ങനെ നമ്മൾ കൊടുത്ത് വിടരുത് എന്നുള്ളത്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, മേ ബി റെസ്റ്റോറൻറ്റ് ടേസ്റ്റ് ഒന്നും ആയിരിക്കത്തില്ല, പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു മന്തി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ മന്തിക്ക് വേണ്ടി ചെയ്യുന്നത് കുറച്ച് ചിക്കൻ, ഒരു 1/2 കിലോ ചിക്കനേ ഉള്ളൂ കേട്ടോ, കുറച്ച് വലിയ പീസസ് ആണ്. അതിന് ഫോക്ക് വെച്ച് ഒന്ന് കുത്തി സെറ്റാക്കിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു പരന്നൊരു കുക്കർ, അല്ലെങ്കിൽ നമ്മുടെ കുക്കറിൽ ഇങ്ങനെ പരത്തി വെക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രം ചിക്കൻ വെക്കുക. അതിൻ്റെ മേളിലേക്ക് നമ്മൾ വെക്കാതിരിക്കുക. ഇങ്ങനെ ഒരു എന്താ പറയുക, ഗ്രൗണ്ട് ലെവലിൽ തന്നെ വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഈ ഇതുണ്ടല്ലോ സോയാ സോസും, അതേപോലെ ഞാനിതിൽ കുറച്ച് പെരുംജീരകം ഇട്ടിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ ഗരം മസാല, ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഇടാം. ആൻഡ് ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതായത് ചിക്കൻ്റെ ഫ്ലേവർ കിട്ടുന്ന നമ്മുടെ ചിക്കൻ ക്യൂബ്സ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ 2 എണ്ണം വേണം കേട്ടോ. അതാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്നത്. അപ്പം അതും അത്ര ഹെൽത്തി അല്ലെന്നാണ് കേൾക്കുന്നത്, പക്ഷേ എങ്കിൽ പോലും വൺസിന് വൈൽ നമുക്കത് യൂസ് ചെയ്യാമല്ലോ. നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോഴല്ലേ അത് യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ അപ്പോൾ ആ ഒരു സാധനം കൂടി അങ്ങോട്ട് ആക്കി കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് എണ്ണ, അതായത് നമ്മൾ ശരിക്കും മന്തിയിൽ ഒരുപാട് എണ്ണയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ വളരെ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. കുറച്ച് സൺഫ്ലവർ ഓയിലാണ്. അതെന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു 1/4 കപ്പോ അല്ലെങ്കിൽ ഒരു 4-5 ടേബിൾ സ്പൂൺ സൺഫ്ലവറും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ കളറിന് വേണ്ടിയിട്ട് നമുക്ക്
അത് നമുക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം മതി. കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളറും കൂടി ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് അങ്ങനെ ആക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിന് പ്രശ്നമൊന്നുമില്ല. ഞാൻ പിന്നെ കുട്ടികൾക്ക് അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു ഭംഗി ഉണ്ടാവുമല്ലോ, കഴിക്കാനടുത്ത് ഒരു നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിലും കാണുമ്പോൾ ഒരു ലുക്ക് വരട്ടെ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ, ഒരു നുള്ളൊക്കെ. അപ്പം കുങ്കുമപ്പൂ അങ്ങനത്തെ എന്തെങ്കിലും ഇടാൻ പറ്റുമെങ്കിൽ അതിൻ്റെ കളർ ഒഴിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ അരി ഓൾറെഡി ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഹാഫ് കുക്ക്ഡ് ആയാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേലിലേക്ക് ലെയർ ചെയ്തിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പോഴേക്കും ഏട്ടൻ ചായയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഈ ക്യാപ്സിക്കം ഇതിലൊരു നല്ലൊരു ടേസ്റ്റ് എൻഹാൻസറാണ്. പക്ഷേ ക്യാപ്സിക്കം ഞാൻ ഇടാൻ മറന്നു, അതുകൊണ്ട് അവസാനം മാത്രം ഞാനിത് ലെയർ ചെയ്തതിന് ശേഷം മേലെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ റൈസ് ഇടുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഹാഫ് ക്യാപ്സിക്കം ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് മേളിൽ കുത്തി നിറയ്ക്കാണ്ട് വളരെ ലൂസായിട്ട് ഈ ഹാഫ് കുക്ക്ഡ് റൈസ് അങ്ങോട്ടേക്ക് ഇടുക. ഓക്കെ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ മഞ്ഞൾപ്പൊടി ഒന്ന് കലക്കി ഒഴിച്ചിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് കുങ്കുമപ്പൂ അതൊന്ന് കലക്കി ആ ഒരു സാഫ്രൻ്റെ ഒരു കളർ കിട്ടുമല്ലോ, അതും കൂടി ഒഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിൻ്റെ കൂടെ നമുക്ക് 2 പച്ചമുളകും കൂടി ഇങ്ങനെ കുത്തി വെക്കുക. അതൊരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ടേസ്റ്റ് തരും. കീറിയൊന്നും വേണ്ട, ജസ്റ്റ് കുത്തി വെക്കുക. അതേപോലെ ഉണക്ക നാരങ്ങ ഉണ്ടെങ്കിൽ അത് വിടാം കേട്ടോ. എൻ്റെ കയ്യിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് വെച്ചിട്ടില്ല. പിന്നെ നമ്മുടെ ഗ്രാമ്പൂ, അത് ഞാൻ പറയാൻ മറന്നു, ഗ്രാമ്പൂ അതില്ലേ, നമ്മുടെ സ്പൈസസ് ഇല്ലേ, അതെല്ലാം ഓരോന്ന് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, സെറ്റാണ്. ഒറ്റ വിസിൽ നമ്മുടെ മന്തി റെഡിയാണ്. അപ്പോൾ ഇങ്ങനെ പുതിയ ദോശക്കല്ലിലുള്ള ദോശയുടെ ചുടലാണ് കണ്ടോ. ആ ഒരു ബബിൾസ് വരുന്നതൊക്കെ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ് കേട്ടോ. ഒഴിക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു നമ്മുടെ ശബ്ദവും അതെല്ലാം ഭയങ്കര ഇതാണ്. പക്ഷേ ഫസ്റ്റ് ഒരു സെക്കൻഡ് യൂസാണിത്, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇച്ചിരി ഇളകി വരാൻ കുറച്ച് പാടുണ്ട്. അത് ഞാൻ അതൊന്നും ഇട്ട് നോക്കിയായി വരണം, അതിൻ്റെ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇപ്പോൾ തൽക്കാലം കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരുപാട് തിന്നായിട്ട് ഗീ റോസ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ. അത് ഇടയ്ക്ക് ചെയ്തിട്ട് അത് വന്നിട്ടുണ്ടായിരുന്നില്ല. മേ ബി അതിനൊന്ന് മയക്കം കിട്ടണമായിരിക്കും. അപ്പം അങ്ങനെ. അപ്പോൾ അതേ ഒറ്റ വിസിൽ മതി കേട്ടോ. വിസിൽ കേട്ട് എൻ്റെ ആ ഒരു ആവിയൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി മന്തി സെറ്റാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും വളരെ ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്കൊരു സന്തോഷമാണല്ലോ. തിരിച്ചു വരുമ്പോൾ പ്ലേറ്റിൽ ഒരു തരി ചോറ് പോലും ഇല്ലാണ്ട് കാണുമ്പോഴത്തേക്കുള്ളൊരു സന്തോഷമുണ്ടല്ലോ. ഇതിപ്പോൾ ജസ്റ്റ് ഒരു നുള്ള് കളറേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ചിക്കന് വലിയ കളറായിട്ടൊന്നും നമുക്ക് ഇപ്പോൾ റൈസിൽ നമ്മൾ മന്തി കടയിൽ നിന്ന് മേടിക്കുന്ന പോലത്തെ ഒരു ലുക്ക് ഇല്ലാത്തത് കേട്ടോ. അപ്പം ഈ കളറ് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ആഡ് ചെയ്യാം, എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. പക്ഷേ ഞാൻ കുഞ്ഞിനൊക്കെ കൊടുക്കേണ്ടതല്ലേ, അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ടേസ്റ്റിന് ഒരു വ്യത്യാസമില്ല കേട്ടോ. നമ്മുടെ അടിപൊളി ടേസ്റ്റി മന്തി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഈ ബിരിയാണി ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇതിൽ സവാളയും തക്കാളിയും ഇങ്ങനത്തെ സാധനങ്ങളൊന്നുമേ വേണ്ട, എളുപ്പമാണ്. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് നമുക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ സെറ്റാക്കി റെഡിയാക്കി വെച്ച് ബിരിയാണി റെഡി. അപ്പോൾ ഇനി നമുക്ക് ദോശയും ആക്കി ചമ്മന്തിയും കൂടെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് രാവിലെ പോകണ്ടായിരുന്നു കേട്ടോ. ഇന്ന് എനിക്ക് തൃപ്പൂണിത്തുറയായിരുന്നു ഡ്യൂട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പയ്യെ റെഡിയായി പോയാൽ മതി. അപ്പോൾ രാവിലെ എല്ലാ പണികളും അങ്ങോട്ട് തീർത്തിട്ട് ഞാൻ പിന്നെ അവിടെ പോയി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. എന്നിട്ട് ദേ ദോശയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി പിയെന്നെ റെഡിയാക്കി സ്കൂളിലേക്ക് വിടാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ് കേട്ടോ. ഇതിനും ഒരു വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. അപ്പം 7 മണി കഴിയുമ്പോഴത്തേക്ക് 7-7:30 ആകുമ്പോഴത്തേക്ക് പിയുടെ ബസ് വരും. അപ്പോഴേക്ക് ദേ സെറ്റാക്കി ഫുഡൊക്കെ കൊടുത്ത് റെഡിയാക്കി മുടിയും കിട്ടി ദേ ഞങ്ങൾ പോവാണ്. അങ്ങനെ എൻ്റെ സമയമായി, ഞാനും റെഡി ആയതേ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ്. കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.